ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ലേബർ ലോയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറീസ് ആക്ട് പഠിച്ചു, ട്രേഡ് യൂണിയൻ ആക്ട് പഠിച്ചു, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പഠിച്ചു. പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ലേബർ ലോയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട്. ശ്രദ്ധിച്ചു കേൾക്കുക, എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട്. ഓക്കെ, ഇതിന് എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് എന്നും പറയാറുണ്ട്. പല സീനിയർ വക്കീലന്മാരും ചില സീനിയർ വക്കീലന്മാരുടെ അടുത്ത് അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവരുമായിട്ടുള്ള ഈ പ്രത്യേക നിയമവുമായി ബന്ധപ്പെട്ട സംസാരത്തില് എനിക്ക് അവർ പറയുന്നത് എംപ്ലോയി കോമ്പൻസേഷൻ എന്നതിലുപരി അവർ വർക്ക്മെൻ കോമ്പൻസേഷൻ എന്നും പറയാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് എന്ന് കേട്ടാലും വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് കേട്ടാലും രണ്ടും എന്താണ്? 1923 വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടിനെ അല്ലെങ്കിൽ എംപ്ലോയി കോമ്പൻസേഷൻ ആക്ടിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്നാമത്തെ പോയിന്റിൽ മനസ്സിലാക്കുക. അപ്പൊ ആ പോയിന്റ് കിട്ടിയല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ പറയുന്നത് പോലെ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം കൊണ്ടുവന്നത്? ഒരു നിയമം, വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യം എന്തായിരുന്നു? നമ്മൾ പറയല്ലേ, ഏത് നിയമം കൊണ്ടുവരണമെങ്കിലും അതിനൊരു ആവശ്യം ഉണ്ടായിരിക്കണം. വെറുതെ എല്ലാവരും കൂടി ഇരിക്കുകയാണ്, നിയമനിർമ്മാണ സഭയിൽ എല്ലാവരും ഇരിക്കുന്നു, ഇന്ന് പ്രത്യേകിച്ച് ഒരു പണിയില്ല, എന്നാ രണ്ട് നിയമം ഉണ്ടാക്കിയേക്കാം എന്ന് കരുതി നിയമം ഉണ്ടാക്കുന്നതല്ല. അതിനെന്തുണ്ട്? അതിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അപ്പൊ എന്താണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടിന്റെ അജണ്ട? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം ഫാക്ടറി സിസ്റ്റം നിലവിൽ വന്നത് ഏതാണ്? ഫാക്ടറി സിസ്റ്റം നിലവിൽ വന്നത് ബ്രിട്ടനിലാണ്. അതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ബ്രിട്ടനില് ഫാക്ടറി സിസ്റ്റം നിലവിൽ വന്നപ്പോൾ ഈ ബ്രിട്ടനിലെ ഫാക്ടറികൾ നമുക്കറിയാം കൂടുതലായിട്ടും എന്താണ്? ടെക്സ്റ്റൈൽസ്, കോൾ മൈനിങ്, കെമിക്കൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ കൂടുതലായിട്ടും ഫാക്ടറികൾ നിലവിൽ വന്നത്. ഓട്ടോമൊബൈൽ, പിന്നീട് 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എലമെന്റ് ഓഫ് റിസ്ക് നിലനിൽക്കുന്ന സ്ഥലങ്ങൾ. ഇപ്പൊ എന്താണ്? ഇപ്പൊ നമ്മൾ പറയുന്നത് ടെർഷ്യറി സെക്ടർ, ഒരു സർവീസ് സെക്ടർ റവല്യൂഷൻ അല്ലല്ലോ അവിടെ നടന്നത്. സർവീസ് സെക്ടറിലുള്ളവർക്ക് കൂടുതൽ ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അല്ലല്ലോ അവിടെ നടന്നത്. അവിടെ നടന്നത് മറിച്ച് എന്താണ്? മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ആര് വരുന്നുണ്ട്? കറണ്ട് വരുന്നുണ്ട്. മാത്രമല്ല ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ്, അത്തരത്തിലുള്ള അതുമല്ലെങ്കിൽ വലിയ വലിയ മെഷീൻസ് തുടങ്ങിയിട്ടുള്ള എന്താണ്? വളരെ എലാബറേറ്റ് ആയിട്ടാണ് ഇവര് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ പോയിന്റ് മനസ്സിലായോ? വളരെ എലാബറേറ്റ് ആയിട്ട് ഇവര് ഫങ്ഷൻ ചെയ്യുന്നു. അപ്പൊ അവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചു കേൾക്കണേ. അവിടെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇത് ബ്രിട്ടനിലെ ഒരു വലിയ ഫാക്ടറി. നമ്മള് ഫാക്ടറീസ് ആക്ട് പഠിച്ചപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് എന്താണ്? കോട്ടൺ ഓപ്പണേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഓർമ്മയുണ്ടോടെ? ഈ പരുത്തി എന്ത് ചെയ്യും? പരുത്തി വലിയ വെള്ളത്തിന്റെ വീപ്പയ്ക്കകത്തിട്ട്, വീപ്പയല്ല, വലിയ ലോഹത്തിന്റെ വലിയ ചെമ്പിന്റെ അകത്തിട്ട് ഇതിങ്ങനെ തിളപ്പിക്കും. ഹൈ പ്രഷറിൽ ഇതിങ്ങനെ തിളപ്പിക്കുക ചെയ്യുക. അപ്പം ഇതെന്ത് ചെയ്യാൻ പാടില്ല? ഇത് സ്ത്രീകളും കുട്ടികളും ഒന്നും ഇതിന്റെ അടുത്ത് ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് ഫാക്ടറീസ് ആക്ടിൽ പറയുന്നത്. അപ്പം സപ്പോസ് ഞാൻ ഉദാഹരണം പറയാണ്, ഒരു കോട്ടൺ ഓപ്പണർ അതിൽ വർക്ക് ചെയ്യാനായിട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 പേര് നിൽക്കുകയാണ്. എത്ര പേരാണ് നിൽക്കുന്നത്? ഒരു 10 പേര് കോട്ടൺ ഓപ്പണറിന്റെ അവിടെ വർക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അവരുടെ പേര് യഥാക്രമം ABCDEFGHIJ. ഇങ്ങനെ 10 പേര് എന്ത് ചെയ്യാണ്? 10 പേര് നിരന്ന് നിൽക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഇതാ ഈ കോട്ടൺ ഓപ്പണർ തുറക്കുന്നു. അങ്ങനെ തുറക്കുന്ന ആ ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ ഡി എന്ന് പറയുന്ന ഈ എംപ്ലോയിക്ക്, ശ്രദ്ധിച്ചു കേൾക്കണേ, നമ്മുടെ ഈ ഡി എന്ന് പറയുന്ന ഈ എംപ്ലോയി തുറന്ന് ഈ പുകയൊക്കെ ഇവന്റെ മുഖത്തോട്ട് അങ്ങോട്ട് അടിച്ച് ആ ഒരു ആലസ്യത്തില് ഈ മനുഷ്യൻ എന്ത് ചെയ്യാണ്? കാല് തെന്നി നേരെ ഈ ബോയിലിംഗ് പ്ലാന്റിലേക്ക് വീഴുകയാണ്. ഈ കോട്ടൺ ഒക്കെ തിളപ്പിച്ചുകൊണ്ടിരുന്ന പർട്ടിക്കുലർ പ്രസ്ഥാനം ഉണ്ടല്ലോ, അതിലേക്ക് മൂക്കും കുത്തി വീഴുകയാണ്.
അതിന്റെ അകത്ത് കിടന്ന് വെന്ത് മരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടുത്തെ ഫാക്ട് ഇഷ്യൂ എന്താണ്? ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ കഥയിലെ ഫാക്ട് ഇഷ്യൂ എന്താണ്? യെസ്, ഡി ആൻ എംപ്ലോയി while opening a cotton opener was boiled to death. ഓക്കെ, എന്താണ് ഈ ഡി എന്ന് പറയുന്ന എംപ്ലോയിക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹം തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഇതിൽ വീണിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി. ദിസ് ഈസ് എ ഫാക്ട് ഇഷ്യൂ. അപ്പം നമുക്കറിയാം എന്താണ് ഡി വാസ് ദി, സപ്പോസ് ഡി വാസ് ദി only breadwinner of his family. ഓക്കെ, ആ ഫാമിലിയുടെ, ഡി അംഗമായിരുന്ന ഫാമിലിയുടെ ഒരേ ഒരു ബ്രെഡ് വിന്നർ ആരാണ്? അത് ഡി ആണ്. ഓക്കെ, ഡി അംഗമായിരുന്ന ഫാമിലിയുടെ ഒരേ ഒരു ബ്രെഡ് വിന്നർ ആരാണ്? അത് ഡി ആണ്. അപ്പൊ എന്ത് സംഭവിച്ചു? The family has lost their breadwinner. ഫാമിലിക്ക് അവരുടെ ബ്രെഡ് വിന്നറെ നഷ്ടമായിരിക്കുന്നു. Now what next? സ്വാഭാവികമായിട്ടും എന്ത് പറയും? ഫാമിലി ഇവരുടെ അടുത്ത് കേസിന് പോകും, കമ്പനിയുടെ അടുത്ത് കേസിന് പോകും. ഓക്കെ, എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ അച്ഛൻ എന്താണ് നിങ്ങളുടെ പർട്ടിക്കുലർ കമ്പനിയിൽ ജോലി ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചു, അദ്ദേഹം മരിച്ചുപോയത്. അതുകൊണ്ട് എന്തുണ്ട്? നിങ്ങളുടെ കമ്പനിക്ക് എന്തുണ്ട് എന്നാണ് പറയുക. ഓക്കെ, ആദ്യകാലങ്ങളിൽ എന്തില്ല? ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനും ഇല്ല, മറിച്ച് ഓക്കെ ബിഫോർ ദി എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് യു ഹാവ് എ മോറൽ ഒബ്ലിഗേഷൻ. ഓക്കെ, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വേളയിൽ എന്റെ അച്ഛൻ അപകടം സംഭവിച്ച് എന്റെ അച്ഛൻ മരിച്ചുപോയി. ഓക്കെ, ഉദാഹരണം. ഓക്കെ, അപ്പം അദ്ദേഹമായിരുന്നു എന്റെ ഡിയുടെ മകൻ വന്നിട്ട് പറയുകയാണ്. ഓക്കെ, ഡിയുടെ മകനായി സെഡ് വന്നിട്ട് പറയുകയാണ് ഇങ്ങനെയാണ് സംഭവിച്ചത്. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഒരേ ഒരു ബ്രെഡ് വിന്നർ. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ മരണം ഞങ്ങളെ ഈ പറയുന്ന പോലെ എന്താണ് ഞങ്ങളെ നിത്യപട്ടിണിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം ഞങ്ങളെ നിത്യപട്ടിണിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ആയതിനാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ഓക്കെ, ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്ന് ആര് പറയുന്നു? ഞാൻ പോയിട്ട്, അല്ലെങ്കിൽ സോറി ഡിയുടെ ഡിപ്പെൻഡൻസ്, ഓക്കെ ലീഗൽ ഡിപ്പെൻഡൻസ് പോയിട്ട് പറയുകയാണ്. അങ്ങനെ ഡിയുടെ ലീഗൽ ഡിപ്പെൻഡൻസ് പോയി പറയുന്ന സമയത്ത്, ശ്രദ്ധിച്ചു കേൾക്കണേ, അങ്ങനെ ഡിയുടെ ലീഗൽ ഡിപ്പെൻഡൻസ് പോയി പറയുന്ന സമയത്ത് അവിടെ ചെറിയൊരു പ്രശ്നം. ദിസ് കമ്പനി ഓർ ദി എംപ്ലോയർ പറയാണ് ഐ ഹാവ് നോ മോറൽ ഒബ്ലിഗേഷൻ, എനിക്ക് ഒരു മോറൽ ഒബ്ലിഗേഷനും ഇല്ല, ഞാൻ 10 പൈസ തരാനും പോകുന്നില്ല. ഓക്കെ, എനിക്ക് ഒരു മോറൽ ഒബ്ലിഗേഷനും ഇല്ല. ഓക്കെ, അവൻ മരിച്ചു എന്ന് കരുതിയിട്ട് എന്തില്ല, എനിക്ക് ഒരു മനസ്താപവും ഇല്ല. ഓക്കെ, അവൻ മരിച്ചു, അവന് പോയി, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ഒറ്റ രൂപ തരാൻ പോകുന്നില്ല, ഇറങ്ങിപ്പോയന്റെ ഫാക്ടറി വളർത്തിയെന്ന് പറയാണ്. ഓക്കെ, കുടുങ്ങിയോ മക്കളെ? കുടുങ്ങിയോ? ആകെ കുടുങ്ങി അല്ലേ? ആകെ കുടുങ്ങി. യെസ്, ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യണം? അപ്പൊ സ്വാഭാവികമായിട്ടും ഡിയുടെ നമ്മുടെ മരിച്ചുപോയ ഡിസീസ്ഡ് എംപ്ലോയി ആയ ഡിയുടെ ഡിപ്പെൻഡൻസിന്റെ അടുത്ത ഓപ്ഷൻ എന്താ? ഓക്കെ, ഡിയുടെ ഡിപ്പെൻഡൻസിന്റെ അടുത്ത ഓപ്ഷൻ എന്താ? മൂവ് ടു എ കോർട്ട് ഓഫ് ലോ. ഓക്കെ, ടേക്ക് ദിസ് ഇഷ്യൂ ടു എ കോർട്ട് ഓഫ് ലോ. ഈ ഇഷ്യൂ എന്ത് ചെയ്യണം? ഒരു കോർട്ട് ഓഫ് ലോയിലേക്ക് എടുക്കണം, ഒരു കോടതിയിലേക്ക് ഈ ഇഷ്യൂ എടുക്കണം. ഈ ഇഷ്യൂ ഒരു കോടതിയിലേക്ക് എടുത്ത് കോടതിയിൽ എന്ത് ചെയ്യണം? 2 കൂട്ടരെയും കോടതി വിളിച്ച് കോടതി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് എടുത്ത് അങ്ങനെയാണ് കോടതി മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? ദ ഡിപ്പെൻഡൻസ് ഓഫ് ഡി. ഓക്കെ, ഡിയുടെ ഡിപ്പെൻഡൻസ് എന്ത് ചെയ്യാണ്? കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നു, ഒരു വക്കീലിനെയും എന്ത് ചെയ്യുന്നു? അവിടെ ഹയർ ചെയ്യുന്നു. അങ്ങനെ വക്കീൽ എന്ത് ചെയ്യുന്നു? നോട്ടീസ് അയക്കുന്നു. അങ്ങനെ വക്കീല് നോട്ടീസ് അയക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനെ വക്കീല് നോട്ടീസ് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയറുടെ റെസ്പോൺസ് എന്താണെങ്കിലും ഇവര് വെച്ചതിനേക്കാൾ കോസ്റ്റ്ലി ആയിട്ടുള്ള, വില കൂടിയ, ഇവര് വെച്ചതിനേക്കാൾ കോടതിയിൽ നന്നായിട്ട് വാദിക്കാൻ കഴിയുന്ന വളരെ എക്സ്പെൻസീവ് ആയ ലോയറെ എംപ്ലോയർക്ക് ഹയർ ചെയ്തൂടെ? യെസ്, ഉറപ്പായും എംപ്ലോയർക്ക് ഹയർ ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്.
ഇനി രണ്ടാമത്തെ പോയിന്റ്, ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഈ നിയമം വരുന്നതിന് മുമ്പ് സ്ഥിരം സംഭവിച്ചിരുന്ന ഒരു പ്രശ്നമുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ, ഈ എംപ്ലോയറുടെ വക്കീല് വന്നിട്ട്, ശ്രദ്ധിച്ചു കേൾക്കണേ, ഈ എംപ്ലോയറുടെ വക്കീല് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഗൗണൊക്കെ ഒന്ന് കുടഞ്ഞ് നേരെ ഇട്ടിട്ട് കോടതിയിൽ പറഞ്ഞിട്ട് ഒറ്റ ആർഗ്യുമെന്റേ പറയുള്ളൂ. എന്താണ്? മൈ ലോഡ്ഷിപ്പ്, അവിടെ മൊത്തം 10 പേരെയായിരുന്നു എംപ്ലോയ് ചെയ്തിരുന്നത്. ഓക്കെ, 10 workmen were employed. ഓക്കെ, 10 പേരെ എംപ്ലോയ് ചെയ്തു. Yes, 10 workmen were employed. അല്ലേ? അതില് എന്ത് സംഭവിച്ചു? only one met with an accident. ഓക്കെ, ഞങ്ങള് എന്ത് ചെയ്തു? ഞങ്ങൾ ഇത്രയും പേരെ പണിക്ക് വെച്ചു, 10 പേരെ പണിക്ക് വെച്ചതില് ബാക്കി 9 പേർക്കും ഒരു കുഴപ്പവും ഇല്ല. ഈ ഡി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ കേസ് കൊടുക്കുന്നവർ ആരുടെ ഡിപ്പെൻഡന്റ് ആയിരുന്നോ അദ്ദേഹത്തിന് മാത്രമാണ് ആക്സിഡന്റ് സംഭവിച്ചത്. ഇറ്റ് ഈസ് therefore അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദി ആക്സിഡന്റ് വാസ് നോട്ട്, ഓക്കെ ശ്രദ്ധിച്ചു കേൾക്കണം, the accident was not a result of any negligence from the employer. Instead it was a result of negligence from the deceased employee. എടേ മനസ്സിലായോടെ? അവിടെ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിരുന്നുവെങ്കിൽ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിരുന്നുവെങ്കിൽ എന്താണ്? ബാക്കി 9 പേരും കൂടെ അപകടം സംഭവിച്ചേനെ. ഓക്കെ, ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല, അവന്റെ ഭാഗത്ത് നിന്ന്, ഡിസീസ്ഡ് ആയ എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് അപകടം സംഭവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റിയത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റിയത്. അതുകൊണ്ട് എന്തില്ല, ഞങ്ങൾക്ക് ഇതിൽ ഒരു ലയബിലിറ്റിയും ഇല്ല, ഞങ്ങൾ ഒരു ലയബിലിറ്റിയും ഏൽക്കുകയില്ല. അപ്പൊ കോടതി ആലോചിക്കുമെന്നാണ്, ദാറ്റ്സ് എ ബേസിക് ലോജിക് അല്ലേ? അതൊരു ബേസിക് ഏറ്റവും മൗലികമായ ഒരു ലോജിക്കാണത്. എന്താണ് ആ ലോജിക്ക്? ശരിയാണല്ലോ, 10 പേര് പണിയെടുത്തു, അതിൽ ഒരാൾക്ക് മാത്രമേ ആക്സിഡന്റ് പറ്റുകയുള്ളൂ. അപ്പൊ എന്താണ്? ഹി ഹിംസെൽഫ്, ഓക്കെ, ആർക്കാണോ ആക്സിഡന്റ് പറ്റിയത്, ദാറ്റ് പേഴ്സൺ ഹിംസെൽഫ് മൈറ്റ് ഹാവ് ഡൺ സംതിങ് റോങ്. ഓക്കെ, ദാറ്റ് പേഴ്സൺ ഹു ഈസ് ഡിസീസ്ഡ്, അതല്ല എങ്കിൽ എന്താണ്, ഹു മെറ്റ് വിത്ത് ദ ആക്സിഡന്റ് ഹിംസെൽഫ് ഹാസ് കമ്മിറ്റഡ് സംതിങ് റോങ്. അപ്പൊ എന്ത് ചെയ്യും? കോടതി പറയും എന്താണ്? കേസ് ഡിസ്മിസ് ചെയ്യാണ്. ഓക്കെ, ദ കേസ് ഈസ് ടു ബി ഡിസ്മിസ്ഡ്. ഓക്കെ, കേസ് ഡിസ്മിസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യണം? എന്താണ്, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ, ഒരു മാനുഷിക പരിഗണന വെച്ച്, സപ്പോസ് നമ്മൾ ചോദിക്കുന്ന ഒരു 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ ആണ്, കോടതി പറയുമ്പോൾ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ വെച്ച് അവർക്ക് ഒരു 10,000 രൂപ കൊടുത്തേക്കും. ഓക്കെ, അപ്പം ഇത്തരത്തിൽ കേസിന് പോയി കഴിഞ്ഞാൽ ഈ 10,000 രൂപ നമുക്ക് എന്തിനു തികയില്ല? വക്കീലിന് ഫീസ് കൊടുക്കാൻ തികയില്ല. അപ്പം ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, ഓക്കെ, അപ്പം എന്താണ്, ഈവൻ ദോ ദ എംപ്ലോയീസ് അല്ലെങ്കിൽ ദി വർക്ക്മെൻ മെറ്റ് വിത്ത് ആക്സിഡന്റ്സ് ഓർ ഫാറ്റൽ ഇവന്റ്സ്, ഓക്കെ, ഒന്നെങ്കിൽ ആക്സിഡന്റുകൾ അല്ലെങ്കിൽ അവരുടെ മരണകാരണമാകാൻ സാധ്യതയുള്ള, മരണകാരണമായേക്കാവുന്ന തരത്തിലുള്ള വലിയ ആക്സിഡന്റുകൾ സംഭവിക്കുന്ന സാഹചര്യങ്ങള്, അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നില്ല? അവർക്കൊരു കൺസിഡറബിൾ കോമ്പൻസേഷൻ കിട്ടുന്നില്ല. ഒരു കൺസിഡറബിൾ കോമ്പൻസേഷൻ കിട്ടുന്നില്ല. ഓക്കെ, അവർക്ക് എന്ത് വരുന്നുണ്ട്? അവർക്ക് സ്വാഭാവികമായിട്ടും ലോസ് ഓഫ് ഇസി, ഓക്കെ, LOEC എന്ന് പറയും, ലോസ് ഓഫ് എർണിംഗ് കപ്പാസിറ്റി.
ഇപ്പൊ ഒന്നെങ്കിൽ മരിച്ചു പോകും, അതല്ല എങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി കൈ അറ്റു പോകുന്നു, അല്ലെങ്കിൽ കാലറ്റു പോകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തിയുടെ ഏർണിംഗ് കപ്പാസിറ്റി, ഓക്കെ, ആ വ്യക്തിയുടെ ഏർണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തിക്ക് ഏൺ ചെയ്യാൻ, ഓക്കെ, സമ്പാദിക്കാനുള്ള ആ വ്യക്തിയുടെ കഴിവിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ഓക്കെ, സമ്പാദിക്കാനുള്ള ആ വ്യക്തിയുടെ കഴിവിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പം എന്താണ്, ഇൻ എനി കേസ് ഓഫ് ലോസ് ഓഫ് earning capacity, in any case of loss of earning capacity of an employee of an employee, okay, of an employee, it becomes, ശ്രദ്ധിച്ചു കേൾക്കണേ, it becomes a statutory obligation. Okay, it becomes a statutory obligation upon the it becomes a statutory obligation upon the employer to compensate it. Okay, it becomes a statutory obligation of the employer to compensate it. Okay, അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം ആർക്ക് വരും? സോറി, ധാർമ്മികമല്ല, നിയമപരമായ, ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണ്. അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ട നിയമപരമായ ഉത്തരവാദിത്തം ആരിൽ വരുന്നു? എംപ്ലോയറിൽ വരുന്നു. കാരണം എന്തല്ല, ഈ പർട്ടിക്കുലർ എംപ്ലോയി അയാളുടെ വീട്ടില് അയാളുടെ പെണ്ണുമ്പിള്ളയായിട്ട് വഴക്കുണ്ടാക്കിയപ്പം പെണ്ണുമ്പിള്ള ചട്ടകം പഴിപ്പിച്ച് മേത്ത് വെച്ചതല്ല. ഓക്കെ, എന്ത് സംഭവിച്ചതാണ്? That injury, a loss of earning was a result of toil, okay, put by the, okay, yes, the loss of earning capacity of the employee occurred during the course of employment അല്ലെങ്കിൽ out of employment. ഒന്നെങ്കിൽ എന്താണ്, ഈ പർട്ടിക്കുലർ എംപ്ലോയിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സമയത്ത്, അതല്ല എങ്കിൽ എന്താണ്, ഈ പർട്ടിക്കുലർ എംപ്ലോയിക്ക് വേണ്ടി ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഈ രണ്ട് സമയങ്ങളിൽ എപ്പോഴാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് നിസ്സംശയം പറയാൻ പറ്റും, ദി എംപ്ലോയർ ഹാസ് ലീഗൽ or statutory obligation. എടാ കിട്ടിയോടാ? സെറ്റ് അല്ലേ? അപ്പം അങ്ങനെ ഈ എംപ്ലോയറുടെ പുറത്ത്, ഓക്കെ, എംപ്ലോയിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ എംപ്ലോയിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ എംപ്ലോയർക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ആണ് എന്നും പറഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടാൻ പറ്റില്ല. അതിൽ നിന്ന് എംപ്ലോയറെ അല്ലെങ്കിൽ എംപ്ലോയിക്ക് ഇത്തരമുള്ള അപകടം സംഭവിക്കുമ്പോൾ നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ, ഓക്കെ, കോമ്പൻസേഷന്, നഷ്ടപരിഹാരത്തിന് നിയമപരമായ അവകാശം നൽകുന്ന ഒരു നിയമമാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, നിയമപരമായ അവകാശം നൽകുന്ന ഒരു നിയമമാണ് ഏത് എന്ന് പറയുന്നത്? യെസ്, എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് 1923. ഓക്കെ, ദ എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് 1923. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ആക്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു കയറ്റാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്, ആക്ട് എന്നാണ് നിലവിൽ വന്നത്? ഫസ്റ്റ് ഡേ ഓഫ് ജൂലൈ 1924. ഓക്കെ, ജൂലൈ 1, 1924.
ജൂലൈ 1, 1924. ഓക്കെ, അപ്പൊ അന്നാണ് നിലവിൽ വന്നത്. ഇനി എന്താണ് അതിന്റെ ഉദ്ദേശം? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി, ഒരു നിയമപരമായ ബാധ്യത. ഓക്കെ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി കൊണ്ടുവന്നു. ആർക്ക് കൊണ്ടുവന്നു സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി? ആർക്കാണ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി കൊണ്ടുവന്നത്? ഓൺ ദി എംപ്ലോയർ. എംപ്ലോയറുടെ പരിധിക്ക് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി കൊണ്ടുവന്നു. ഇഫ് എന്താണ്? ടുവാർഡ്സ് ദി എംപ്ലോയീസ്. ആരുമായിട്ടാണ്? ആരോടാണ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി വരുന്നത്? സ്റ്റേറ്റിനോടല്ല, മറിച്ച് എംപ്ലോയീസിനോടാണ്. ഇഫ് ദേ സഫർ ഫ്രം എനി ഫിസിക്കൽ ഡിസബിലിറ്റീസ്, ഡിസീസസ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഹസാർഡസ് വർക്കിംഗ് കണ്ടീഷൻസ്. ഏതെങ്കിലും തരത്തിലുള്ള ഹസാർഡസ് വർക്കിംഗ് കണ്ടീഷൻസോ അതല്ല അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ ഒക്കെ ആണ് എങ്കിൽ, ഓക്കെ, അത്തരത്തിലുള്ള ഏതെങ്കിലും തെറ്റായ ഈ എംപ്ലോയർക്ക് എന്താണ് അദ്ദേഹത്തിന്റെ സുരക്ഷ, ഓക്കെ, അദ്ദേഹത്തിന്റെ ജീവന്റെ സുരക്ഷ നിലനിർത്താൻ കഴിയാത്ത ഏതെങ്കിലും ഒരു സാഹചര്യമൊക്കെ ആണ് എങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന അവസരത്തിൽ എന്തുണ്ട്? എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എംപ്ലോയർക്ക് ഒരു ബാധ്യത കൊടുക്കുകയാണ്. ഈ പറയുന്ന പോലെ തന്നെ എന്താണ് ഇതിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്? ടു പ്രൊവൈഡ് ക്വിക്ക് ആൻഡ് ചീപ്പർ ഡിസ്പോസൽ ഓഫ് ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? കോടതിയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോടതിയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്ത് കഷ്ടപ്പാടാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം തന്നെ ഇഷ്ടം പോലെ സമയം എടുക്കും. ഓക്കെ, ദ ലോ സ്യൂട്ട്സ് വിൽ ഡ്രാഗ് യുവർ ടൈം. നമ്മുടെ സമയം എന്ത് ചെയ്യും? അനാവശ്യമായി വലിച്ചു നീട്ടി കൊണ്ടുപോകും. അതൊരു പോയിന്റ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? വക്കീൽ എന്തായാലും വെറുതെ കേസ് വാദിക്കില്ലല്ലോ. യു ഹാവ് ടു പേ ഹിം. ഓക്കെ, എന്ത് കഥ പറഞ്ഞാലും എന്താണ്? വക്കീലിനെ നമ്മൾ പേ ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ, ഇങ്ങനെ വക്കീലിനെ പേ ചെയ്യേണ്ട സാഹചര്യവും ഈ പറയുന്ന പോലെ ടൈം കൺസംഷനും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും എന്താണ്? ഈ എംപ്ലോയിക്ക് അങ്ങ് മനസ്സും അടുത്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഇവര്? പിന്നെ എന്താണ്? ദീസ് എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ, അവരുടെ ഡിപ്പെൻഡൻസ്, അവരെന്ത് ചെയ്യണം? അവർ ചിലപ്പോൾ ഒരു ദിവസത്തെ ജോലിയൊക്കെ കളഞ്ഞു വന്ന് കോടതിയിൽ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു ദിവസത്തെ ജോലിയൊക്കെ കളഞ്ഞിട്ട് എത്ര ദിവസം വന്ന് നിൽക്കണം? ഓക്കെ, അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ദേ വിൽ ഫീൽ ഹൈലി എംബറാസ്ഡ്. അവർ ഭയങ്കര എംബറാസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവർ ആ വിഷയം വിടും. ഓക്കെ, ഞങ്ങൾ വിട്ടിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പോലെ വക്കീലന്മാരുടെ ചൂഷണം, ഓക്കെ, കേസ് മാറ്റിവെച്ച് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ആ കേസ് വിട്ടേക്കും. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? വളരെ ചുരുങ്ങിയ സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവില് നിയമം എന്ത് ചെയ്യുക? ഡിസ്പോസൽ ഓഫ് കേസസ് അല്ലെങ്കിൽ ജസ്റ്റിസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? ജസ്റ്റിസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് എംപ്ലോയി കോമ്പൻസേഷൻ ആക്ടിന്റെ ഉദ്ദേശം. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. കിട്ടിയെന്ന് കരുതുന്നു. കിട്ടിയോ? ഇനി എവിടെയൊക്കെയാണ് എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഓക്കെ, എവിടെയൊക്കെയാണ് എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് നോക്കാം. മൈൻസ്, ഫാക്ടറീസ്, പ്ലാന്റേഷൻസ്, ട്രാൻസ്പോർട്ട് എസ്റ്റാബ്ലിഷ്മെന്റ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, റെയിൽവേസ്, ഷിപ്സ്, സർക്കസസ്. അപ്പൊ സർക്കസ് നമ്മൾ ചിലപ്പോൾ എന്താണ്? മിക്കവാറും സർക്കസ് നമ്മൾ തെറ്റിക്കും. ഓക്കെ, കാരണം എന്താണ്? അതിനെ ഒരു ഈ പറയുന്ന പോലെ എന്താണ് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ വർക്ക്, അതല്ല എങ്കിൽ അവിടെ എന്താണ് ഒരു വർക്കർ മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കും. അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകമായിട്ട് ഇട്ടിരിക്കുന്നത്. സോറി, യെസ്, എന്താണ്? സർക്കസസ്. പോയിന്റ് മനസ്സിലായിട്ട്? അപ്പൊ സർക്കസ് നിങ്ങളിത് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മൈൻസ്. ജീവൻ റിസ്ക് അല്ലേടെ. ഓക്കെ, മൈനിൽ പണിയെടുക്കുന്ന ഏത് നിമിഷം വേണമെങ്കിലും എന്ത് ചെയ്യാം? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏത് നിമിഷം വേണമെങ്കിലും മൈൻ എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിൽ വീഴാം. രണ്ടാമത്തെ കാര്യം സർട്ടൈൻ മൈൻസ്, ഇപ്പം കോൾ മൈൻസ് ആയിക്കൊള്ളട്ടെ, ആർസനിക് മൈനുകൾ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് മൈൻസ് ആയിക്കൊള്ളട്ടെ, ഇറ്റ് ഈസ് ക്ലോസ്ലി ഇൻഹെറിറ്റഡ് ടു എന്താണ്? ഒക്യുപേഷണൽ ഡിസീസസ്. ഓക്കെ, ബ്രോങ്കൈറ്റിസ് പോലെയുള്ള, ഓക്കെ, എൻഫിസീമ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. സെയിം കേസസ് വിത്ത് ഫാക്ടറീസ്. കറണ്ട് ഉണ്ട്, ചൂടുവെള്ളം ഉണ്ട്, നീരാവി ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? ഗ്ലാസ് ഫാക്ടറികൾ, തിളയ്ക്കുന്ന ചൂടുള്ള സാധനങ്ങളുണ്ട്. മറ്റു സ്ഥലത്ത് ഐസ് ഫാക്ടറി ആണെങ്കിൽ ഇവിടെ തണുപ്പുണ്ട്. ഓക്കെ, പ്ലാന്റേഷൻസ്. ഓക്കെ, പ്ലാന്റേഷൻസ് ഈ പറയുന്നത് എന്താണ്? തുരിശടിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും, കീടനാശിനികൾ അടിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. പ്ലാന്റേഷൻസിൽ എന്തുണ്ടാവും? കുറെ ചെടികൾ ഉണ്ടാവും. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പൊടിഞ്ഞു മറിഞ്ഞ തലയിൽ വീഴാം.
ഇനി അതല്ല എങ്കിൽ എന്താണ് അതിന്റെ അകത്തൊക്കെ ഇപ്പൊ ഇടുക്കിയിലെ ടാറ്റ എസ്റ്റേറ്റിൽ എത്രയോ 4-5 കേസുകൾ എന്ന് പറയുന്നത് എസ്റ്റേറ്റിൽ ഈ തേയില നുള്ളാൻ പോകുന്ന സ്ത്രീകളെ പാമ്പ് കടിച്ചു മരിക്കുന്നതാണ്. ഓക്കെ, ഒരു എസ്റ്റേറ്റിൽ തേയില നുള്ളാൻ പോകുമ്പോൾ എന്താണ് ഇതിന്റെ ഈ തേയിലയുടെ താഴെ എന്തുണ്ടാവും, പാമ്പ് ചുറ്റി കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരറിയാതെ ഇതിനെ ചവിട്ടും, ഇത് ചാടി വന്നൊരു കടിയും കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള വിഷയങ്ങളുണ്ട്. ട്രാൻസ്പോർട്ട് എസ്റ്റാബ്ലിഷ്മെന്റ്, ഓക്കെ, ആക്സിഡന്റുകൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഫീൽഡാണ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. ഒരു കുഴപ്പമില്ല, ആക്സിഡന്റുകൾ നടക്കുന്നതാണ്. റെയിൽവേസ് നമുക്കറിയാം, റെയിൽവേ ആക്സിഡന്റുകൾ ഉണ്ട്. ഷിപ്സ് ആക്സിഡന്റുകൾ നടക്കുന്നു. സർക്കസസ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി ഇത് അപ്ലിക്കബിൾ അല്ലാത്ത, ശ്രദ്ധിച്ച് കേൾക്കണേ, എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട്, ഓക്കെ, EC ആക്ട്, എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് അപ്ലിക്കബിൾ അല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് അപ്ലിക്കബിൾ അല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയാലോ? എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് അപ്ലിക്കബിൾ അല്ലാത്ത സ്ഥലങ്ങള് അത് ഏതൊക്കെയാണ്? ഇടപാടെ യെസ്, ഏതൊക്കെയാണ്? ഒന്നാമത്തത് എന്ന് പറയുന്നത്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? ആർട്ടിക്കിൾ 33 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 33. അതിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ്? നോ സിവിൽ ലോസ് ആർ അപ്ലിക്കബിൾ ടു ആർംഡ് ഫോഴ്സസ്. അതിനിപ്പോ പ്രത്യേകിച്ച് എടുത്തു പറയൊന്നും വേണ്ട. സിവിൽ നിയമമാണോ? നോ സിവിൽ ലോസ് ആർ അപ്ലിക്കബിൾ ഇൻ ആർംഡ് ഫോഴ്സസ്. ഓക്കെ, സായുധ സേനകളിൽ ഒരു തരത്തിലുള്ള സിവിൽ നിയമങ്ങളും അപ്ലിക്കബിൾ അല്ല. ആ പോയിന്റ് ഒരു തീരുമാനമായി. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ രണ്ടാമത്തത്, അടുത്തത് ഇത് ബാധകമല്ലാത്ത രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കാഷ്വൽ വർക്കേഴ്സ് ആണ്. ഓക്കെ, ഈ പറയുന്ന പോലെ എന്താണ്? ഒരു കൃത്യമായിട്ടുള്ള ഒരു എംപ്ലോയർ ഇല്ലാത്ത, എന്താണ്, ഒരു ഫിക്സഡ് എംപ്ലോയർ ഇല്ലാത്ത, ഒരു ഫിക്സഡ് എംപ്ലോയർ ഇല്ലാത്ത കാഷ്വൽ വർക്കേഴ്സ്. ഒരു ഫിക്സഡ് എംപ്ലോയീസ് ഇല്ലാത്ത കാഷ്വൽ വർക്കേഴ്സ്. യെസ്, പോയിന്റ് കിട്ടിയോ? ഓക്കെ, യെസ്. ഇപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ വീട്ടിൽ പറമ്പ് കളയ്ക്കാൻ വരുന്ന ഒരാള്, അദ്ദേഹം ജോലി ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിന് അപകടം പറ്റി. അങ്ങനെ അപകടം പറ്റി കഴിഞ്ഞാൽ, ഓക്കെ, ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഡേ, ആ ഒരു ദിവസത്തേക്ക് നമ്മളാണ് അദ്ദേഹത്തെ എംപ്ലോയ് ചെയ്തത്, അത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അവിടെ അപകടം പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടോ? അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ലയബിലിറ്റി, സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പൊ എന്താണ്, ഞാൻ എന്റെ വീട്ടിലെ പറമ്പ് കളയ്ക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ പേഴ്സണെ വിളിക്കുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹം വരുന്നു, എന്ത് ചെയ്യുന്നു? അദ്ദേഹം തെങ്ങ്, ഓക്കെ, ഈ തെങ്ങിന്റെ ചോട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം കിളച്ച് വൃത്തിയാക്കിയിടുന്നു. അതിന്റെ ഇടയിൽ ഈ തെങ്ങിൽ നിന്ന് ഒരു വലിയ മടല് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ മേത്ത് വീണ് ഇദ്ദേഹത്തിന്റെ തോളെല്ലാം ഒടിഞ്ഞു പോകുന്നു. ഓക്കെ, ഇദ്ദേഹത്തിന്റെ തോളിലേക്ക് ഒരു വലിയ മടല് വന്ന് വീഴുകയും അദ്ദേഹത്തിന്റെ തോളെല്ലിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആം ഐ ലയബിൾ? അല്ലതല്ല നമുക്ക് ചോദിക്കാം, എന്താണ്, എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എനിക്ക് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി ഉണ്ടോ? ഫോർ എന്തിനാണ്? ടു പേ ഹിം, അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനായിട്ട് എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താ? യെസ്, വൈ? എന്തുകൊണ്ടാണ് എനിക്ക് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി ഇല്ലാത്തത്? ബിക്കോസ് അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഹി ഈസ് a കാഷ്വൽ വർക്കർ. അദ്ദേഹം കാഷ്വൽ വർക്കർ ആണ്. ആൻഡ് ഹി ഈസ് നോട്ട് പെർമനന്റ്ലി എംപ്ലോയിഡ് അണ്ടർ ആൻ എംപ്ലോയർ. പെർമനന്റ്ലി അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടില്ല? ഒരു എംപ്ലോയറുടെ കീഴിലും അദ്ദേഹത്തെ എംപ്ലോയ് ചെയ്തിട്ടില്ല. ഇനി ഒന്നാമത്തെ നമുക്ക് മനസ്സിലായി എന്താണ്? ഒന്നാമത്തെ നമുക്ക് മനസ്സിലായി ആരാണ്? മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ്. ഓക്കെ, രണ്ടാമത്തത് ആരാണ്? കാഷ്വൽ വർക്കേഴ്സ്. യെസ്, മൂന്നാമത്തത് ആരാണ്? മൂന്നാമത്തത് ആരാണ്? ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. മൂന്നാമത്തത് പേഴ്സൺസ് കവേർഡ് അണ്ടർ ESI ആക്ട്. ഓക്കെ, പേഴ്സൺസ് കവേർഡ് അണ്ടർ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട്.
ഓക്കെ, ഈ ESI ആക്ടില് കവർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ESI ആക്ട് 1948. ആ ESI ആക്ട് പ്രകാരമുള്ള സർട്ടൈൻ പ്രൊട്ടക്ഷൻസും സർട്ടൈൻ കോമ്പൻസേഷൻസും ലഭിക്കുന്ന ആളുകളുണ്ട്. അവർക്കും എന്ത് ബാധകമല്ല? അവർക്കും ഈ പറയുന്ന ദിസ് പെർട്ടിക്കുലർ എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് 1923 നോട്ട് അപ്ലിക്കബിൾ ആണ്. അത് കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഓക്കെ, തെറ്റിക്കരുത് കേട്ടോ. ശരി, കുറച്ച് ഡെഫിനീഷൻസ് ആണ് താഴേക്ക് വരുന്നത്. അപ്പൊ ആ ഡെഫിനീഷൻസ് എന്ത് ചെയ്യാം? ഓക്കെ, നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് ഇത്, ദാറ്റ് ഓഫ് എ ഡിപ്പെൻഡന്റ്. ഒരു ഡിപ്പെൻഡന്റിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്, ദാറ്റ് ഓഫ് എ ഡിപ്പെൻഡന്റ്. കിട്ടിയോ? ഇനി ഡിസേബിൾമെന്റ്, അത് നോക്കണം. യെസ്, ഡിസേബിൾമെന്റ്, അത് നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ ഡിസേബിൾമെന്റ് എന്താണെന്ന് പറയുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഡിസേബിൾമെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് സാധാരണയായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. ഒരു ഡിസേബിൾഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതല്ല ഇവിടുത്തെ കോൺസെപ്റ്റ്. ഓക്കെ, അതൊന്ന് മാറ്റി ചിന്തിക്കണം. ഓക്കെ, ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ്, ശ്രദ്ധിച്ചു കേൾക്കണേ, ഇറ്റ് മീൻസ് ദി inability. Okay, it means the inability to earn. അപ്പൊ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ഇൻഎബിലിറ്റി ടു ഏൺ. പൈസ അല്ലെങ്കിൽ എന്താണ്? ഇപ്പം ഞാൻ ഉദാഹരണം ഞാൻ പറയാണ്. ഓക്കെ, ഞാൻ നോക്കുന്ന നോക്കുന്ന സമയത്ത് എന്താണ്? 5 അടി 6 അടി പൊക്കം, കൊത്ത ഭാരം. ഓക്കെ, അതിനകത്ത് എന്താണ്? നല്ല ശക്തിയുള്ള ബലിഷ്ഠമായ കരങ്ങൾ. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഡിസേബിൾമെന്റും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്നിൽ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് എന്റെ ജോലി, സപ്പോസ് എന്റെ ജോലി ആസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചറായിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതിനുള്ള പെർട്ടിക്കുലർ ഡേ, ഒരു പെർട്ടിക്കുലർ ഡേയിൽ എന്ത് ചെയ്യാണ്? ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ക്ലാസ് എടുക്കുകയും അതേ തുടർന്ന് എന്റെ തൊണ്ട, എന്റെ ഒച്ച നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. ഓക്കെ, എന്നോട് ഡോക്ടർ പറഞ്ഞു എന്താണ്? ഒരു 15 days ഗോ ഫോർ വോയിസ് റെസ്റ്റ്. ഓക്കെ, ഗോ ഫോർ 15 days വോയിസ് റെസ്റ്റ്. അപ്പം സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? ഈ 15 daysല് ഇവിടെ ശ്രദ്ധിച്ച് കേക്കടേ, ഈ 15 ദിവസത്തില് എനിക്ക് ക്ലാസ് എടുക്കാൻ ഒക്കുവോ? ഈ 15 ദിവസം എനിക്ക് ക്ലാസ് എടുക്കാൻ ഒക്കുവോ? പറ്റില്ല. ഓക്കെ, ഈ 15 ദിവസത്തിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ 15 ദിവസത്തെ എന്റെ ഏർണിങ്സ് എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? ഈ 15 ദിവസം എനിക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ 15 ദിവസത്തെ എന്റെ ഏർണിങ്സ് എനിക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടില്ലേ? നഷ്ടപ്പെട്ടു. ഇവിടെ മനസ്സിലാക്കടേ. പോയിന്റ് മനസ്സിലായോ? ഓക്കെ, പോയിന്റ് മനസ്സിലായോ? അങ്ങനെ 15 ദിവസത്തെ എന്റെ ഏർണിങ്സും എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ it could be said that I am disabled. നമുക്ക് എന്ത് പറയാം? ഞാൻ ഡിസേബിൾഡ് ആണ് എന്ന് പറയാം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഡിസേബിൾഡ് ആണ് എന്ന് പറയാം. ഞാൻ പറയാൻ പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, the term disablement is not mentioned അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ഇൻ എവിടെ? ഇൻ ദി ആക്ട്. ഓക്കെ, എംപ്ലോയി കോമ്പൻസേഷൻ ആക്ടില് എന്ത് ചെയ്യുന്നില്ല? ഡിസേബിൾമെന്റ് എന്നുള്ള വാക്ക് ആക്ട് ഡസ് നോട്ട് ഡിഫൈൻ ദ വേർഡ് ഡിസേബിൾമെന്റ്. ആ ഡിസേബിൾമെന്റ് എന്നുള്ള വാക്ക് ആക്ട് എന്ത് ചെയ്യുന്നില്ല? ആക്ട് അവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. പോയിന്റ് മനസ്സിലായോ? ഇനി പക്ഷെ എന്തുണ്ട്? മറ്റു രണ്ട് കോൺസെപ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് പാർഷ്യൽ ഡിസേബിൾമെന്റും മറ്റൊന്ന് പാർഷ്യൽ ഡിസേബിൾമെന്റും ടോട്ടൽ ഡിസേബിൾമെന്റും. പാർഷ്യൽ ഡിസേബിൾമെന്റും ടോട്ടൽ ഡിസേബിൾമെന്റും. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് ഈ പാർഷ്യൽ ഡിസേബിൾമെന്റ്. എന്താണ് ഈ പാർഷ്യൽ ഡിസേബിൾമെന്റ്? അതായത് ഇപ്പം ഉദാഹരണം പറയാണ്. എന്താണ്?
ഇപ്പം ഞാൻ ഒരു ദിവസം 10 മണിക്കൂർ ക്ലാസ്, 10 വളരെ കൂടുതലാണ്, 5 മണിക്കൂർ 5 hours ക്ലാസ് എടുത്തിരുന്നു എന്ന് കരുത്. ഓക്കെ, സോ ഐ ആം ഗെറ്റിംഗ് സം എക്സ് റുപ്പീസ്. ഓക്കെ, എനിക്ക് അതിനകത്ത് എന്താണ് ഒരു എമൗണ്ട് കിട്ടുന്നു, മൾട്ടിപ്ലൈഡ് ബൈ എ റെലവന്റ് ഫാക്ടർ, 5 into എ റെലവന്റ് ഫാക്ടർ, അത്രയും പേയ്മെന്റ് എനിക്ക് കിട്ടുന്നു. ബട്ട് സിൻസ് ഐ ഹാവ് സം ത്രോട്ട് ഇഷ്യൂസ് ഡ്യൂ ടു കണ്ടിന്യൂസ്ലി ടേക്കിംഗ് ക്ലാസ്സസ്, തുടർച്ചയായി ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തു പോകുന്നത് കൊണ്ട് എനിക്ക് ചില ത്രോട്ട് ഇഷ്യൂസ് വരികയും ആൻഡ് ദ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു ടേക്ക് ഓൺലി ക്ലാസ്സസ് 2.5 hours. ഓക്കെ, ഇപ്പൊ നിങ്ങൾ 5 മണിക്കൂർ ക്ലാസ് എടുക്കുന്നില്ലേ, അതൊരു കാര്യം ചെയ്യാൻ എന്ത് ചെയ്യുക, അതൊരു 2.5 മണിക്കൂറായിട്ടൊന്ന് കുറച്ചേ. ഓക്കെ, ഡോക്ടർ എന്നോട് അഡ്വൈസ് ചെയ്തത് എന്താണ്, ക്ലാസ് എടുക്കുന്നത് 5 മണിക്കൂർ 2.5 മണിക്കൂറായിട്ട് കുറയ്ക്കാം. അപ്പൊ ഞാൻ അങ്ങനെ 2.5 മണിക്കൂറായി ക്ലാസ് കുറച്ചപ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ 2.5 മണിക്കൂറായി ക്ലാസ് കുറച്ചപ്പോൾ മൈ ഏർണിംഗ് ഓൾസോ ബിക്കെയിം ഹാഫ്. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ, ഞാൻ അങ്ങനെ കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു, എന്റെ ഏർണിങ്ങും അല്ലെങ്കിൽ എന്റെ ഏർണിങ്ങും നേരെ പകുതിയായി. എന്റെ ഏർണിങ്ങും നേരെ പകുതിയായി. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുകയാണ്, അവിടെ അത് ഒന്നാമത്തെ എന്താണ്, ടെമ്പററി നേച്ചർ ആണ്. ആഫ്റ്റർ എനിക്ക് പർട്ടിക്കുലർ എത്രയാണോ ഡോക്ടർ ഇപ്പൊ പറയുന്നത് 10 ദിവസമാണെങ്കിൽ 10 ദിവസത്തിന് ശേഷം എനിക്ക് തിരിച്ചു പോകാം. അപ്പം അതെന്താണ്, അത് ഒരു പാർഷ്യൽ ഡിസേബിൾമെന്റ് ആണ്. ഓക്കെ, അതൊരു പാർഷ്യൽ ഡിസേബിൾമെന്റ് ആണ്, മനസ്സിലായോ? ഓക്കെ, ടെമ്പററി നേച്ചറിലുള്ളത്, കുറച്ചു കാലത്തേക്ക് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് മാത്രം എനിക്ക് 2.5 മണിക്കൂർ ക്ലാസ് എടുത്താൽ മതി. ഓക്കെ, ബാക്കി കാലം എന്ത് ചെയ്യാം, ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് വീണ്ടും 5 മണിക്കൂർ എടുക്കാം. ഇനി അത് ഒന്നാമത് പാർഷ്യൽ ഡിസേബിൾമെന്റിന്റെ ഒന്നാമത്തെ ഡെഫിനേഷൻ. രണ്ടാമത്തെ ഡെഫിനേഷൻ പറയുന്നത്, ഞാൻ സ്ഥിരമായി 2.5 മണിക്കൂർ ക്ലാസ് എടുക്കണം, എനിക്കിനി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, 5 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്താണ് പെർമനന്റ്ലി ഇറ്റ് ഹാസ് റെഡ്യൂസ്ഡ് മൈ earning capacity. Okay, permanently it has reduced my earning capacity, but പക്ഷെ അവിടെ ഒരു ബട്ട് ഉണ്ട്. എന്താ അവിടുത്തെ ബട്ട്? എന്താണ് അവിടുത്തെ ബട്ട്? അവിടെ ഒരു ബട്ട് ഉണ്ട്. ദാറ്റ് ബട്ട് മീൻസ്, ആ ബട്ടിനൊരു അർത്ഥവുമുണ്ട്. എന്താണ് ആ ബട്ടിന്റെ അർത്ഥം? ദാറ്റ് ബട്ട് മീൻസ് എന്താണ്, my earning capacity is not lost. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു പർട്ടിക്കുലർ ഫോർ ദ സേക്ക് ഓഫ് ബി, ഞാൻ 500 രൂപ എന്ന് പറയണം, 5 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന എനിക്ക് 500 രൂപ കിട്ടുന്നു എന്ന് കരുത്. ഓക്കെ, നൗ അത് എന്ത് ചെയ്യാണ്, നൗ ഇറ്റ് ഗോട്ട് റെഡ്യൂസ്ഡ് ടു സപ്പോസ് 250. ഓക്കെ, നൗ ഇറ്റ് ഗോട്ട് റെഡ്യൂസ്ഡ് ടു 250. അപ്പോഴും എന്താണ്, ഐ ആം ഏർണിംഗ് 250 പെർമനന്റ് ആയിട്ട്. മറ്റേത് എനിക്ക് പെർമനന്റ് ആയിട്ട് 500 രൂപ കിട്ടിക്കൊണ്ടിരുന്നു, ഇപ്പൊ എനിക്ക് പെർമനന്റ് ആയിട്ട് 250 കിട്ടുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് പെർമനന്റ് ആയിട്ട് 250 കിട്ടുന്നുള്ളൂ. യെറ്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, ഹെൻസ് ഇറ്റ് ഈസ് ഓക്കെ, എന്തെങ്കിലും കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് പാർഷ്യൽ ഡിസേബിൾമെന്റ്. ഓക്കെ, അത് പാർഷ്യൽ ഡിസേബിൾമെന്റ് ആണ്. ഇനി ടോട്ടൽ ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് absolutely ends my earning capacity. ഓക്കെ, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു തൊണ്ടവേദന വരുന്നു, ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. അവരുടെ അടുത്ത് പറയുന്നത്, ആ തൊണ്ടയിൽ ഒരു മുഴയുണ്ട്, അത് എന്ത് ചെയ്യണം, അതൊന്ന് മുറിച്ചു മാറ്റണം. ഞാൻ പറഞ്ഞു മുറിച്ചു മാറ്റിക്കോ. അവരങ്ങനെ മുറിച്ചു മാറ്റുന്നത് എന്ത് ചെയ്തു, എന്റെ സ്വനപേടകത്തിൽ അവര് സ്വനഗ്രാഹി എന്റെ സ്വനഗ്രാഹി അവര് മുറിച്ചു കളഞ്ഞു. ഓക്കെ, അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല. എനിക്ക് ശബ്ദം ഉണ്ടാക്കാനോ എനിക്ക് ക്ലാസ് എടുക്കാനോ കഴിയില്ല. ആൻഡ് ഹെൻസ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുകയാണ്, മൈ
my earning capacity has been lost. Okay, my earning capacity has been lost. സോ അതാണ് ടോട്ടൽ ഡിസേബിൾമെന്റ്. പാർഷ്യൽ ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഏർണിംഗ് കപ്പാസിറ്റി കുറയുന്നു, അതല്ല എങ്കിൽ എന്താണ്, ഏർണിംഗ് കപ്പാസിറ്റി ടെമ്പററി ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇല്ലാതിരിക്കുന്നു. അതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡിസേബിൾമെന്റ് എന്ന് പറയുക. യെസ്, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എംപ്ലോയേഴ്സ് ലയബിലിറ്റി. ഓക്കെ, കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് എപ്പോഴൊക്കെയാണ് എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഫാക്ടറി ഒക്കെയാണ് നമ്മൾ ഒക്യുപ്പയർ എന്ന് പറയും. ഒക്യുപ്പയർ. ഓക്കെ, ഫാക്ടറീസ് ആക്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എംപ്ലോയർക്ക് ലയബിലിറ്റി ഉള്ളത് എന്ന് നോക്കാം. എപ്പോഴൊക്കെയാണ് എംപ്ലോയർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ലയബിലിറ്റി ഉള്ളത്? ഒന്നാമത്തത് ഒക്യുപ്പേഷണൽ ഡിസീസസ്. എന്താണ് ഈ ഒക്യുപ്പേഷണൽ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സം ഡിസീസസ് ആർ ഇൻഹറന്റ് with certain jobs. ഓക്കെ, പല ജോലികൾക്കും എന്താണ്, ഇൻഹറന്റ് ആണ്. ഓക്കെ, ഇപ്പൊ എന്താ പറയുക, ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ സ്റ്റെബിലൈസർ ഫ്രീ കിട്ടുമെന്ന് പറയുന്ന പോലെ ഒരു പർട്ടിക്കുലർ ജോലിക്ക് പോയാൽ ഒരു ആ അസുഖം ഫ്രീ കിട്ടും. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ആഴ്സനിക് മൈനുകൾ ഉദാഹരണം പറയണം. ആഴ്സനിക് മൈനുകൾ. ഓക്കെ, ഈ ആഴ്സനിക് എന്ന് പറയുന്ന സാധനം ശരീരത്തിൽ തൊട്ടോ അപ്പൊ ക്യാൻസർ വരും. അപ്പൊ ആഴ്സനിക് പോയിസണിങ്, ഓക്കെ, അവർക്ക് ആഴ്സനിക് പോയിസണിങ് ഉണ്ടാകും. ഓക്കെ, അതുപോലെ പല ആളുകൾക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ എന്താണ്, ക്രിക്കറ്റ് കളിക്കാർ, ഇപ്പൊ ഉദാഹരണം പറയണെന്നാണ്, ക്രിക്കറ്റ് കളിക്കാരല്ല ഈ ലോങ് ടേമിൽ ഈ പറയുന്ന സ്പാനറുകളും അത്തരത്തിലുള്ള മെക്കാനിക്കൽ ആയിട്ടുള്ള ഡിവൈസ് കൊണ്ട് ലോങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡ്രൈവേഴ്സ്, അവർക്ക് ഉണ്ടാവാൻ സാധ്യതകളാണ് എന്ത്, ടെന്നീസ് എൽബോ. ഓക്കെ, അവർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള അസുഖമാണ് ടെന്നീസ് എൽബോ. അപ്പൊ ചില അസുഖങ്ങൾക്ക് എന്താണ്, ചില അസുഖങ്ങൾക്ക് ഇൻഹറന്റലി, ചില അസുഖങ്ങൾക്ക് ഇൻഹറന്റലി എന്തുണ്ട്, ഇൻഹറന്റലി ചില ഡിസീസുകൾ കൂടപ്പറപ്പുകളായിട്ടുണ്ട്. ഓർത്തു വെക്കുക. Now comes personal injury. ഓക്കെ, എന്താണ് പേഴ്സണൽ ഇഞ്ചുറി എന്ന് നമ്മൾ, കാരണം എല്ലാ പേഴ്സണൽ ഇഞ്ചുറീസിനും എംപ്ലോയർക്ക് ലയബിലിറ്റി ഇല്ല. ഓക്കെ, എംപ്ലോയർ ഹാസ് no liability in case of all personal injuries. Okay, in case of all personal injuries. Yes, കിട്ടിയോ? അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മൾ പറയാം. പിന്നെ ഒന്ന് ആക്സിഡന്റ്. ഓക്കെ, മറ്റൊന്ന് എംപ്ലോയർക്ക് ലയബിലിറ്റി വരുന്നത് എന്താണ്, ഈ പറയുന്ന പ്രിമൈസസ് ഓഫ് എംപ്ലോയ്മെന്റ്. പ്രിമൈസസ് ഓഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അതായത് ഇപ്പം സപ്പോസ് ഇതൊരു ഫാക്ടറിയാണ്. ഓക്കെ, ഒരു എംപ്ലോയറെ അതാ ഈ ഫാക്ടറിയുടെ ഈ ഡിവിഷനിൽ, ഈ പർട്ടിക്കുലർ ഡിവിഷൻ സെറ്റ് ആസ് എ ഡി ഡിവിഷൻ. ഓക്കെ, ഈ ഡി ഡിവിഷൻ എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ഡിവിഷനിലാണ് എന്ത് ചെയ്യുന്നത്, എംപ്ലോയറെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എംപ്ലോയർ എന്ത് ചെയ്യണം, എംപ്ലോയർ ജോലിയുടെ അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് തന്നെ സി ഡിവിഷനിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന സി ഡിവിഷനിലുള്ള ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്യാനായിട്ട് പോകുന്നു. ആ സമയത്ത് എന്ത് ചെയ്യാണ്, ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഈ സി ഡിവിഷൻ എന്ത് ചെയ്യുന്നു, സി ഡിവിഷനിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, ഒരു ഫയർ ഉണ്ടാകുന്നു. ആ ഫയറിൽ എന്ത് ചെയ്യാണ്, ഈ ടോയ്ലറ്റിന്റെ അവിടേക്കൊക്കെ ഫയർ വരികയും ഇദ്ദേഹത്തിന് പൊള്ളലേൽക്കുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താണ്, അവിടെ എംപ്ലോയർക്ക് ലയബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്, ആക്സിഡന്റ് ഒക്കർ ചെയ്തിരിക്കുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇഫ് ദ ആക്സിഡന്റ് occurs within the premises of assigned work, within the premises of assigned work. Okay, വർക്ക് അസൈൻ ചെയ്തിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ ആ വർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന എവിടെയാണോ ജോലി ചെയ്യാൻ വിധി അതിന്റെ പ്രിമൈസസിൽ ആക്സിഡന്റ് പറ്റിയാലും എംപ്ലോയർക്ക് ലയബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് കംസ് എന്താണ്, പേഴ്സണൽ ഇഞ്ചുറി അറൈസിങ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആൻഡ് ഇൻ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, അതെന്താണെന്ന്. കാരണം ഇത് രണ്ടും എന്താണ്, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കരുത്, തെറ്റാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എ എന്ന് പറയുന്ന വ്യക്തിയെ
ഓക്കെ, സപ്പോസ് അദ്ദേഹം ഒരു എന്താണ് ചെറിയൊരു ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്ന ഈ ഒരു വലിയ ഫാക്ടറി, ഓക്കെ, ഈ ഒരു വലിയ ഫാക്ടറിയിൽ, ഓക്കെ, വലിയൊരു ഫാക്ടറിയിൽ ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ ഒരു ലൈൻമാൻ ആണ്, ഇലക്ട്രീഷ്യൻ ആണ് ഈ എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടുത്തെ ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ, ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ വർക്കുകൾ അങ്ങോട്ട് തിരിക്കുന്നു ഇങ്ങോട്ട് തിരിക്കുന്നു, ബൾബൊക്കെ ഒന്ന് മാറ്റിയിടുന്നു, ഓക്കെ, കണക്ഷൻ വയറുകളൊക്കെ ഇതാവുന്നു, മെഷീൻസ് ഒക്കെ കേടാകുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാതെ ഫ്യൂസ് കുത്തുന്നു, അങ്ങനെ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നു. ഓക്കെ, ചെറിയൊരു സാലറി ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഇരിക്കെ, സോ സപ്പോസ് ഐ ആം ദി മാനേജർ, ഓക്കെ, ഞാനാണ് അതിന്റെ മാനേജർ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്താണ്, ഈ പേഴ്സൺ ഇങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം എന്തോ ഒരു ചെറിയ കാര്യം, ഓക്കെ, ഒരു ചെറിയ എന്തോ കാര്യം, ഒരു മെഷീൻ ശരിയാക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ഹി വാസ് ടേക്കിംഗ് ഓൾ കെയർ ആൻഡ് പ്രിക്കോഷൻ, ഇദ്ദേഹം എല്ലാ കെയറും പ്രിക്കോഷനും എടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് അദ്ദേഹം അത് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു, പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിക്കും, അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതെന്താണ്, ദിസ് വാസ് ആൻ ഇഞ്ചുറി അറൈസിങ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, എന്താണ് അറൈസിങ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ്? എംപ്ലോയ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എംപ്ലോയിഡ് ആയിരിക്കുമ്പോൾ നടക്കുന്ന ഒരു ആക്സിഡന്റ് ആണ് അത്. ഇനി ഇൻ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, അപ്പൊ ഞാനിവിടെ ആറ് എന്ന് പറയുന്ന മാനേജറോട് ഇരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അദ്ദേഹം രാവിലെ തന്നെ വളരെ നേരത്തെ വന്ന് ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ വന്ന എല്ലാ പണികളും തീർത്തിട്ട് ഒരു 9-9:30 ആകുമ്പോൾ 9:30 മുതൽ ഒരു വൈകുന്നേരം ഒരു 2 മണി 3 മണി വരെയൊക്കെ അദ്ദേഹം വെറുതെ റെസ്റ്റ് എടുക്കണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഒരു കാര്യം ചെയ്യൂ, വെറുതെ ഇരിക്കല്ലേ, എനിക്ക് പോയി ഗെറ്റ് മീ എ കപ്പ് ഓഫ്, ഇവിടെ പോയിട്ടൊരു ഗ്ലാസ് ചായ മേടിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. ചായയും നല്ല മുരിഞ്ഞ പഴംപൊരി മേടിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, എനിക്ക് ചായ മേടിച്ചുകൊണ്ട് വരാൻ പോകുന്നു. അങ്ങനെ ചായ മേടിച്ചുകൊണ്ട് വന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു നിയന്ത്രണം വിട്ടു വന്ന ടിപ്പർ ലോറി ഇദ്ദേഹത്തെ ഇടിച്ച് ഇദ്ദേഹം മരിച്ചു പോകും. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, അവിടെ എനിക്ക് ലയബിലിറ്റി ഉണ്ടോ? എനിക്ക് ഇൻ ദ സെൻസ് ഈ പർട്ടിക്കുലർ ഫാക്ടറിക്ക് അദ്ദേഹം എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഈ എസ്റ്റാബ്ലിഷ്മെന്റിന് ലയബിലിറ്റി ഉണ്ടോ? ലയബിലിറ്റി ഉണ്ടോ? ലയബിലിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് വേണേ പറയാം എന്താണ് ലയബിലിറ്റി ഇല്ല എന്നൊക്കെ പറയാം, പക്ഷെ എന്താണ്, അവിടെ ലയബിലിറ്റി ഉണ്ട്. ഓക്കെ, അവിടെ ലയബിലിറ്റി ഉണ്ട്. അവിടെ എന്താണ് ആ ലയബിലിറ്റി? കാരണം എന്താണ്, ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്, ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ് ഓർ എ പേഴ്സണൽ ഇഞ്ചുറി, or a personal injury which arose in course of employment. ഓക്കെ, ആ എംപ്ലോയ്മെന്റിന്റെ ആ ഒരു കോഴ്സില് ഓക്കെ സംഭവിച്ചതാണ്, അതുകൊണ്ട് ലയബിലിറ്റി ഉണ്ട്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുക, എംപ്ലോയർ ലയബിൾ അല്ലാത്ത സാഹചര്യങ്ങൾ. ചില സാഹചര്യങ്ങളിൽ ദോ ഇഞ്ചുറി പറ്റിയാലും എംപ്ലോയർക്ക് പ്രത്യേകിച്ച് ലയബിലിറ്റി ഒന്നുമില്ല. ഓക്കെ, ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ വലിയ അപകടം പറ്റി, പക്ഷെ എന്തില്ല, എംപ്ലോയർക്ക് അതിൽ ഒരു ലയബിലിറ്റിയും ഇല്ല. ഒന്നാമത്തത് ഡിസേബിൾമെന്റ് നോട്ട് എക്സീഡിങ് 3 years. ഒരു ആക്സിഡന്റ് പറ്റി എന്താണ്, ഓക്കെ, ശരി, കയ്യേലൊക്കെ തൊലി പോയി എന്നും പറഞ്ഞിട്ട് എനിക്ക് കോമ്പൻസേഷൻ തരണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് ഡിസേബിൾമെന്റ് must inflict an injury to the employee which he has to suffer for more than 3 days. അദ്ദേഹം 3 ദിവസത്തിൽ കൂടുതൽ സഫർ ചെയ്യേണ്ട അല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസേബിൾമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയർ ലയബിൾ ആയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്താണ് വിത്തൗട്ട് പ്രോപ്പർ, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, എന്താണ് ആക്സിഡന്റ് വിത്തൗട്ട് ആക്സിഡന്റ് ഒക്കേർഡ്, ഓക്കെ, ഒക്കേർഡ് വിത്തൗട്ട് പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ. ഉദാഹരണം പറയുന്നത് മദ്യപിച്ച് അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ പറയുന്ന നിയമങ്ങൾ അനുസരിക്കാതെ സേഫ്റ്റി ഗിയേഴ്സ് ഒന്നും കൃത്യമായി ധരിക്കാതെ
അത്തരത്തിൽ ഉണ്ടാക്കുന്ന അസുഖങ്ങള്, ഓക്കെ, അത്തരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കൊന്നും എന്തില്ല, ഈ പറയുന്ന എംപ്ലോയർ ലയബിൾ അല്ല. എംപ്ലോയർ ഈസ് നോട്ട് ലയബിൾ. കിട്ടിയോടെ? എംപ്ലോയർ ഈസ് നോട്ട് ലയബിൾ. കിട്ടിയോ? സെറ്റ് അല്ലേ? ആ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒക്യുപേഷണൽ ഡിസീസസ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ഒക്യുപേഷണൽ ഡിസീസസ് എന്തൊക്കെയാണ്? ഒക്യുപേഷണൽ ഡിസീസ് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? എംപ്ലോയ്ഡ് ഇൻ സർട്ടൻ ഒക്യുപേഷൻസ് എക്സ്പോർട്ട് ടു സർട്ടൻ ഡിസീസസ് വിച്ച് ആർ ഇൻഹറന്റ് ഇൻ ക്യാരക്ടർ. നേരത്തെ പറഞ്ഞത് കണ്ടാമിനേഷൻ, റേഡിയേഷൻ, സ്കിൻ ഡിസീസ്, ലങ് ക്യാൻസർ, അങ്ങനെയുള്ള എന്താണ് നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പല അസുഖങ്ങൾ, അതാണ് ഒക്യുപേഷണൽ ഡിസീസസ് എന്ന് പറയുക. സോറി, യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം ഈ പേഴ്സണൽ ഇഞ്ചുറിയുടെ കാര്യമാണ് അല്ലേ? നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണൽ ഇഞ്ചുറിയുടെ കാര്യമാണ്. അപ്പൊ എന്താണ് ഈ പേഴ്സണൽ ഇഞ്ചുറി? ഒരു വ്യക്തിക്ക് കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വകാര്യമായി സംഭവിക്കുന്ന മുറിവിനെയാണ് നമ്മൾ പേഴ്സണൽ ഇഞ്ചുറി എന്ന് പറയുക. അത് നമ്മൾക്ക് അതൊരു എന്താണ്, ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി കോസ്ഡ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആക്കി മാറ്റാം. എംപ്ലോയ്മെന്റ് ആക്കി മാറ്റാന്നല്ല, അങ്ങനെ അത്തരത്തിലാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എംപ്ലോയറിൽ നിന്ന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം. അപ്പം ഈ താഴെ പറയുന്ന 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ഇഞ്ചുറി ഉണ്ടാവുകയും ആ പേഴ്സണൽ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ഈ താഴെ പറയുന്ന 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, താഴെ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി, ഏതെങ്കിലും ഒരു കാര്യമല്ല, ഈ 3 കാര്യങ്ങളും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് പേഴ്സണൽ ഇഞ്ചുറി ഒക്കേർഡ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, ഓക്കെ, അല്ലെങ്കിൽ ഇഞ്ചുറി അറൈസിങ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയാം. ഒന്നാമത് എന്താണ്? അറ്റ് ദ ടൈം ഓഫ് ദ ഇഞ്ചുറി the workman must have been engaged in the business of the employer and must not be doing something for his personal benefit. അപ്പൊ എന്താ പറയുന്നത്? ഒരു വ്യക്തി അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ആക്സിഡന്റ് സംഭവിക്കുകയാണ് എങ്കിൽ, അത് പേഴ്സണൽ ഇഞ്ചുറി ആണ് എങ്കിലും അത് ഇൻഡസ്ട്രിയൽ ഇഞ്ചുറി ആകുന്നത് എങ്ങനെയാണ്? ആ എംപ്ലോയർ ഏൽപ്പിച്ച അല്ലെങ്കിൽ ആ എംപ്ലോയർക്ക് വേണ്ടി ഈ പർട്ടിക്കുലർ പേഴ്സൺ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെന്താണ്? അത് ഈ പറയുന്ന പോലെ പേഴ്സണൽ ഇഞ്ചുറി അല്ല, അത് ഇൻഡസ്ട്രിയൽ ഇഞ്ചുറി ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ആക്സിഡന്റ് ഒക്കേർഡ് അറ്റ് ദി പ്ലേസ് വെയർ ഹി വാസ് പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടീസ്. അപ്പൊ ഈ ആക്സിഡന്റ് എവിടെ ഉണ്ടായിരിക്കുന്നു? ഇദ്ദേഹം, ഈ പർട്ടിക്കുലർ പേഴ്സൺ ഡ്യൂട്ടി ചെയ്യാനായിട്ട്, പർട്ടിക്കുലർ പേഴ്സൺ വാസ് ആസ്ക്ഡ് ടു ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടി. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യാൻ അദ്ദേഹത്തോട് എവിടെ ആയിരിക്കാനാണോ എംപ്ലോയർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ തന്നെ ആയിരുന്നു കൊണ്ട് അത് ചെയ്തു തീർക്കുന്നു. യെസ്. മൂന്നാമത്തെ എന്താണ്? ഇഞ്ചറി മസ്റ്റ് ഹാവ് റിസൾട്ടഡ് ഫ്രം സം റിസ്ക് ഇൻസിഡന്റൽ ടു ദ ഡ്യൂട്ടീസ് ഓഫ് സർവീസ് ഇൻഹറന്റ് നേച്ചർ ഓഫ് ദി എംപ്ലോയ്മെന്റ് കണ്ടീഷൻ. അതായത് എന്താണ് ഈ ഇഞ്ചറി എന്ന് പറയുന്നത്? എന്തല്ല, ഈ ഇഞ്ചറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലി, ഓക്കെ, അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ജോലിയുടെ ഭാഗമായി, ഓക്കെ, അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഇഞ്ചുറി ആയിരിക്കണം. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്? സപ്പോസ് ഇപ്പൊ വളരെയധികം ടെമ്പറേച്ചർ, വളരെയധികം ചൂടുള്ള ഒരു സ്ഥലത്ത് നിന്ന്, ഒരു ഓട് ഫാക്ടറിയോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ ഇരുമ്പൊരു ഗ്ലാസ് ഫാക്ടറിയോ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാള്, സപ്പോസ് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാൾ പോയിട്ട് പറയാണ് എനിക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടായി. ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങള്? എന്താണ്? ഈ എക്സ്ട്രീം തണുപ്പത്ത് പോകുമ്പോൾ നമ്മുടെ അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം നിന്ന് അവിടെ മരവിച്ച് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വരുന്നതിനാണ് ഈ ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലാസ് ഫാക്ടറിയിൽ ഓക്കെ എങ്ങനെ പോയാലും ദിവസം 65 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിൽ 8 മണിക്കൂർ പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ് എനിക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ വിരൽ മുറിച്ച് കളയേണ്ടി വന്നു. അതെന്താണ്? അതൊരു ഇൻഡസ്ട്രിയൽ ഇഞ്ചുറി ആണ്, അതുകൊണ്ട് എനിക്ക് കോമ്പൻസേഷൻ തരണം എന്ന് പറഞ്ഞാൽ തരാനൊക്കുവോ? ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താണ്? ഓക്കെ, ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലിയുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാത്തൊരു കാര്യമാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ജോലിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാകാനേ പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. യെസ്, അതാണ് ഇവിടെ
പറയുന്നത് ആ പോയിന്റ് കിട്ടി. അപ്പൊ ഈ 3 പോയിന്റ്സിൽ ഏതെങ്കിലും ഒന്ന് എന്നല്ല, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഈ 3 പോയിന്റ്സിൽ ഏതെങ്കിലും ഒന്ന് എന്നല്ല, 3 പോയിന്റ്സും, ഓക്കെ, 3 പോയിന്റ്സും മീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു പേഴ്സണൽ ഇഞ്ചുറി നമുക്കൊരു ഇൻഡസ്ട്രിയൽ ഇഞ്ചുറി ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. കംസ് ടു ഫാറ്റൽ ആക്സിഡന്റ്. എന്താണ് ഫാറ്റൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ? ഡെത്ത് ഓർ സീരിയസ് ഹർട്ട്, സീരിയസ് ബോഡിലി ഇഞ്ചുറി. ഡെത്ത് ഓർ സീരിയസ് ബോഡിലി ഇഞ്ചുറി ഈസ് ദി റിസൾട്ട്. ഓക്കെ, ഒരു ഭീകരമായിട്ടുള്ള ഒരു അപകടം സംഭവിക്കുന്നു. ആ അപകടത്തിന്റെ റിസൾട്ട് എന്താണ്? ഒന്നെങ്കിൽ മരണം, അതല്ല എങ്കിൽ എന്താണ്? ഭീകരമായിട്ടുള്ള ഇഞ്ചുറി. യെസ്. ഇനി വരുന്നത് കോൺട്രാക്ച്വൽ